ഹായ്, അമൃത് ഭാരത് മിഷന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ കിട്ടിയത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളാണ്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ വലിയ മാറ്റങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ മതിലിൽ തന്നെ നമുക്ക് കാണാം ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഉൾവശത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ തന്നെയാണ് ബൈക്കിന് പാർക്കിംഗ് ഒരുക്കിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ എല്ലാവിധ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് തന്നെ പാർക്കിംഗ് പ്ലേസുകളും അതുപോലെ വാഹനങ്ങൾ കയറി ഇറങ്ങാനുള്ള ഭാഗങ്ങളും ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ സ്റ്റേഷൻ ആണെങ്കിലും വലിയൊരു സ്റ്റേഷന്റെ എല്ലാവിധ ക്വാളിറ്റിയും നിലവാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ഒരു ബോർഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? വളരെ നല്ല രീതിയിൽ ഭംഗിയാക്കി വെച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗങ്ങൾ, ആളുകൾക്ക് നടന്നു പോകാനുള്ള ഭാഗങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാ ഭാഗങ്ങളും വളരെ വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ദൂരെ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഫ്രണ്ട് ഭാഗത്ത് നല്ല വീതിയും ഭാഗങ്ങളൊക്കെ ആക്കി ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ വന്ന് ഇറങ്ങി പോവാനും കയറി വരാനുമുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പൊ സ്റ്റേഷന്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇരുമ്പ് ഗർഡർ പാലത്തിന്റെയും ഫറൂഖ് ഓട്ടു കമ്പനിയുടെയും ഒരു ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അതെല്ലാം നല്ല വൃത്തിയിൽ വർക്കുകൾ കഴിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ രണ്ട് ചേച്ചിമാരൊക്കെ ഇരുന്ന് ടിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് കണ്ടു. അപ്പൊ സ്റ്റേഷന്റെ ഉൾവശത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. സ്റ്റേഷനിൽ വന്ന് നിർത്തുകയാണ്. ഇത് ചില സമയങ്ങളിൽ ഈ സ്റ്റേഷൻ ആയിരിക്കും മറ്റു ട്രെയിനുകളൊക്കെ, വലിയ ദീർഘദൂര ട്രെയിനുകൾ പാസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ട്രെയിനുകൾ നിർത്തിയിടാറുള്ളത്. അങ്ങനെ ഒരു നിർത്തിയിടുന്ന ഒരു കാഴ്ചയാണ് ഈ വന്നിട്ട്. ഇനി നമുക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെയും ചെറിയൊരു LED വാളൊക്കെ കാണാം. സ്റ്റെപ്പ് കയറി പോകുന്നവർക്ക് അങ്ങനെ സ്റ്റെപ്പ് കയറി പോവാം. അല്ലാത്തവർക്ക് ഇവിടെ ലിഫ്റ്റ് ഉപയോഗിച്ചും നമുക്ക് ഫൂട്ട് ഓവർ ബ്രിഡ്ജിൽ കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടക്കാൻ പറ്റും, നടക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു വലിയ സ്റ്റേഷന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു ചെറിയ സ്റ്റേഷനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് ലിഫ്റ്റ്, ഇതാണ് മുകളിൽ നിന്നുള്ള ഒരു പാർക്കിംഗ് ഏരിയ. വളരെ നല്ല രീതിയിൽ പാർക്കിംഗ് ഏരിയ കാണാം. ഇവിടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. സെന്റർ ഭാഗത്ത് റോട്ടിൽ കൊടുക്കുന്നത് പോലെ ഡിവൈഡറുകളൊക്കെ കൊടുത്ത് അതിന്റെ സെന്റർ ഭാഗത്ത് ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷനിന്റെ മുകളിൽ നിന്നുള്ള ഈ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച. ട്രെയിനിനെ മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്ത് ഫുൾ ഭാഗത്തും ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നമുക്ക് ട്രെയിൻ നിൽക്കുന്നത്. ട്രെയിനിന്റെ ബാക്ക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും അവിടേക്കും ഷീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാ ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ട്രെയിനിനെ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ട്രെയിനിൽ കയറാനും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇനി താഴോട്ടുള്ള ഈ ഭാഗത്തുള്ള ലിഫ്റ്റാണ് കാണേണ്ടത്. അതിലൂടെ ഇറങ്ങി പോകണമെങ്കിൽ അങ്ങനെ പോവാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും പോവാം. ഇതാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇറങ്ങി വരുന്ന ഈ ഭാഗത്തേനെ ഇപ്പൊ ഒരു വർക്ക് കണ്ടു. ഇവിടെ ഫ്ലഗിന്റെ വർക്കുകൾ ചെയ്യുന്നത് കണ്ടു. ഫാനുകളൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്താ അറിയില്ല, പുതിയ വെച്ചതുകൊണ്ട് അറിയില്ല. ഫുൾ ടൈം ആളില്ലെങ്കിലും അവിടെയൊക്കെ ഇങ്ങനെ ഫാനുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. LED വാളില് നമ്മളെ ട്രെയിനിന്റെ സമയങ്ങളും ബോഗിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള ചെയറുകളാണ് കണ്ടത്, പുതിയ ചെയർ. ഇവിടെ പുതിയ സമയം അറിയാനുള്ള ഒരു LED ക്ലോക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തേനെ നമുക്ക് തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പുറത്തേതാ ഒരു സ്വിച്ച് കാര്യങ്ങൾ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒരു ഗൂഡ്സ് ട്രെയിൻ കടന്നുപോയി. ഇങ്ങനെയുള്ള ട്രെയിനുകൾ പാസ് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സ്റ്റേഷനും കൂടെയാണ്. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെയാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗങ്ങളിലേക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സെന്റർ ഭാഗങ്ങളിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ചില ഭാഗത്തൊന്നും ഇതില്ല കേട്ടോ, ഷീറ്റ് വർക്ക് ചെയ്തിട്ടില്ല. അതെന്താന്ന് അറിയില്ല. ഇവിടെയൊക്കെ അതാ ഫാനുകളൊക്കെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ചെയറുകളൊക്കെ നല്ല രീതിയിലുള്ള ചെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫറൂഖ് എന്നുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തൂടെ ആളുകൾ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു, ഇതുപോലുള്ള ഭാഗത്തൂടെ ആളുകൾ ക്രോസ് ചെയ്തിട്ട് ഒരു ആള് ആക്സിഡന്റ് ആയത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാൻ ആ വാർത്ത ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രെയിൻ തട്ടി യാത്രക്കാരിക്ക് പരിക്ക്. കൊച്ചുവേളി ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിയത്. ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായ കായംകുളം സ്വദേശി സരളയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. റാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. അപ്പുറത്ത് കടക്കാൻ ആളുകൾ ഈ ട്രാക്ക് മുറിച്ചു കടക്കുന്ന ഒരു രീതി ഇവിടെ സാധാരണ കാണാറുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന ഈ കാഴ്ച അവിടെ സ്ഥിരമാണ് അല്ലെ? അപ്പോൾ ഇന്ന് രാവിലെ ഒരു അപകടം ഉണ്ടായിട്ടും ഇപ്പോഴും ആ ട്രാക്ക് മുറിച്ചു കടന്നു തന്നെയാണ് ആളുകൾ പോകുന്നത്. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഗേറ്റിൽ വാഹനങ്ങൾ വെച്ച് അപ്പുറത്തെ ട്രാക്കിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ട്രാക്ക് മുറിച്ചു കടന്ന് അപ്പുറം മറുവശത്തെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകാം എന്നതാണ് ഇവിടെ ആളുകൾ സ്വീകരിക്കുന്ന ഒരു വഴി. അതിന് ഫുട് ഓവർ ബ്രിഡ്ജും മറ്റ് ലിഫ്റ്റ് എസ്കലേറ്റർ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗവും ഏകദേശം അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്തൂടെ ആളുകൾ ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വേണം. അപ്പോൾ കറക്റ്റായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് ഉപയോഗിക്കുക. അതൊക്കെയാണ് പറയാനുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നല്ല മാറ്റങ്ങൾ വരുത്തി. ഇവിടെ ഇരിക്കാനുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട്. ഇവിടെ AC റൂമുകളുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ റൂമാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അത് കഴിഞ്ഞ് നമുക്ക് ഇതാ നടന്നു പോകുന്ന ഭാഗത്ത് നല്ല വൃത്തിയായിട്ട് ഇന്റർലോക്ക് വിരിച്ചു കഴിഞ്ഞാൽ സൈഡ് ഭാഗങ്ങളിൽ ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുൻവശത്തെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇതാണ് ഫറൂഖ് എന്ന ബോർഡ് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ചുവപ്പ്, മഞ്ഞ, പച്ച മൂന്നും നല്ലൊരു കോമ്പിനേഷൻ ആയി തോന്നിയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ബോർഡുകളിലൊക്കെ. അപ്പൊ കണ്ടില്ലേ, ഈ സൈഡില് 2 സൈഡിലും നല്ല ഇരുമ്പിന്റെ ബാരിക്കേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളൊന്നും വന്ന് നമുക്ക് ഒരു ഡിസ്റ്റർബ് ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് മുന്നോട്ട് ഓടി പോവുകയാണെങ്കിലൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പൊ അത്രയ്ക്കും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വളരെ നല്ല രീതിയിൽ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്കും കമന്റൊക്കെ ചെയ്യുക. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഏരിയകൾ കണ്ടില്ലേ, നല്ല ഷീറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. മഴയാണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫറൂഖിലെ പ്രശസ്തമായ ഇരുമ്പ് ഗർഡർ പാലം. ഇതോടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു യാത്ര കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തതാണ്. വളരെ നല്ല രീതിയിൽ വീണ്ടും റീവർക്ക് ഒക്കെ ചെയ്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്തൊരു പാലാണ്. ഇപ്പൊ പകൽ സമയമായതുകൊണ്ട് ലൈറ്റ് ഒന്നും കാണിക്കാൻ പറ്റൂല. ഇപ്പൊ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഈ ഭാഗത്ത് നിന്നുള്ള വീഡിയോ കാണുന്ന ആളുകൾ, ഞാനിത് ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ എടുത്തിരുന്ന ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനമാണ്. ഇതാ കണ്ടില്ലേ, ബസ്സുകളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോയതിനു ശേഷം കറക്റ്റായിട്ട് സിഗ്നൽ വരും. അങ്ങനെ ആ സിഗ്നലിനനുസരിച്ചാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. ബൈ ബൈ.